ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനോടൊപ്പം ഉബണ്ടുവിൻ്റെ OS എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന്. ഇവിടെ നമ്മൾ ഡുവൽ ബൂട്ട് എന്നൊരു രീതിയാണ് ഉപയോഗിക്കുന്നത്. അതായത് നിങ്ങൾക്ക് തീരുമാനിക്കാം വിൻഡോസിൽ ബൂട്ട് ചെയ്യണോ അതോ ഉബണ്ടുവിലോ ബൂട്ട് ചെയ്യണമെന്ന്. അതിനാദ്യം നിങ്ങൾ സാധാരണ രീതിയിൽ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുക. കമ്പ്യൂട്ടർ മുഴുവനായും ഓൺ ആയതിനു ശേഷം നിങ്ങൾ DVD ഡ്രൈവ് നിങ്ങളുടെ കയ്യിലെ ഉബണ്ടുവിൻ്റെ DVD ഇട്ട് കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കീബോർഡിൽ F12 അമർത്തുക. അത് ബയോസിൻ്റെ കീ ആണ്. ഞാൻ F12 എന്ന് പറയാൻ കാരണം സാധാരണ കമ്പ്യൂട്ടറുകളിൽ F12 ആണ് ബയോസ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും സിസ്റ്റത്തിൻ്റെ ബയോസ് കീ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റിലോ അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറിലോ ബന്ധപ്പെടുക. അതിൽ കാണുന്ന ബൂട്ട് എന്ന ഓപ്ഷൻ എടുക്കുക. ഫസ്റ്റ് ബൂട്ട് ഡിവൈസ് CD-ROM എന്നാക്കുക. ശേഷം അത് സേവ് ചെയ്ത് കമ്പ്യൂട്ടറിനെ ഒന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ CD ഡിക്റ്റേറ്റ് ചെയ്ത് തുടങ്ങും. അപ്പോൾ ഒരു കീ അമർത്തുക. നമുക്ക് എൻ്റർ അമർത്താം. അപ്പോൾ നേരെ DVD കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്യുന്നതാണ്. ചില സാങ്കേതിക കാരണങ്ങളാൽ എനിക്കിവിടെ ഇമേജുകളെ ഉപയോഗിക്കാൻ കഴിയുന്നുള്ളൂ. എനിക്ക് ഇതിൻ്റെ വീഡിയോസ് എടുക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ നമ്മുടെ DVD ഡിക്റ്റേറ്റ് ചെയ്ത് തുടങ്ങുന്നതാണ് കാണുന്നത്. ഇത് ഏതാണ്ട് ഒരു 10 മിനിറ്റോളം നിൽക്കുന്നതാണ്. ഇപ്പോൾ ഉബണ്ടുവിൻ്റെ DVD റണ്ണ് ചെയ്ത് തുടങ്ങി. ഇവിടെ നമുക്ക് ട്രൈ ഉബണ്ടു എന്നത് മാറ്റി ഇൻസ്റ്റാൾ ഉബണ്ടു എന്നതാക്കാം. ഇവിടെ നമുക്ക് നമ്മുടെ ലാംഗ്വേജ് ഏതാണെന്ന് എടുക്കാം. നമുക്ക് ഇംഗ്ലീഷ് എന്നടിച്ച് കണ്ടിന്യൂ എടുക്കുക. ശേഷം കീബോർഡ് ലേഔട്ട് അതും ഇംഗ്ലീഷ് ആക്കാം. ഇവിടെ നെറ്റ്വർക്ക് കണക്ട് ചെയ്യുന്നു എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും മുകളിൽ കാണുന്ന ഐ ഡോണ്ട് വാണ്ട് ടു കണക്ട് യുവർ വൈഫൈ നെറ്റ്വർക്ക് റൈറ്റ് നൗ എന്നത് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ പ്രിപ്പയറിംഗ് ടു ഇൻസ്റ്റാൾ ഉബണ്ടു എന്നത് ഇൻസ്റ്റാൾ തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ ഫോർ ഗ്രാഫിക് ആൻഡ് വൈഫൈ ഹാർഡ്വെയർ ഫ്ലാഷ് MP3 ആൻഡ് അതർ മീഡിയ എന്നത് ടിക്ക് ചെയ്യാം. മുകളിൽ കാണുന്നത് ടിക്ക് വേണമെന്നില്ല, അത് ഒഴിവാക്കി നമുക്ക് ചെയ്യുന്നതാണ്. ഇവിടെ ഇനി നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം. ഇവിടെ നമ്മൾ നോർമൽ ഇൻസ്റ്റാളേഷൻ വെക്കുക. അതർ ഓപ്ഷൻസ് നമുക്ക് നിർബന്ധമില്ല. ഇവിടെ നമ്മൾ ഏത് ടൈം സോണാണ് ഫോളോ ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ നമ്മൾ ഇന്ത്യ എന്നത് സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് യുവർ നെയിം, കമ്പ്യൂട്ടേഴ്സ് നെയിം, യൂസർ നെയിം, പാസ്വേഡ് എന്നിവ സെറ്റ് ചെയ്ത് കണ്ടിന്യൂ എന്നത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇപ്പോൾ കാണുന്നത് നമ്മുടെ ഇൻസ്റ്റാളേഷൻ പുരോഗമിക്കുന്നതാണ്. ഇൻസ്റ്റാളേഷൻ്റെ അവസാനം കമ്പ്യൂട്ടർ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ പറയും. നമുക്ക് റീസ്റ്റാർട്ട് നൗ എന്നത് ക്ലിക്ക് ചെയ്യാം. ശേഷം റീസ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ നമ്മുടെ 2 OS ഉബണ്ടുവും വിൻഡോസും നമുക്ക് അവിടെ കാണുന്നതാണ്. ഏറ്റവും അടിയിൽ വിൻഡോസും മുകളിൽ ഉബണ്ടു ആയിട്ട് കാണും. നമുക്കതിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഉബണ്ടു എന്ന ഫ്രീ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന വിശ്വാസത്തോടെ ഉൾക്കാഴ്ചയിൽ നിന്നും ഞാൻ ഷുഫൈഖ്.